നമസ്കാരം. ദില്ലി സ്ഫോടന കേസിൽ NIA-യുടെ അന്വേഷണം തുടരുകയാണ്. NIA മാത്രമല്ല, ജമ്മു കശ്മീർ പോലീസ്, ഹരിയാന പോലീസ്, ഉത്തർപ്രദേശ് ATS, അതോടൊപ്പം തന്നെ ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ എന്നിവർ ചേർന്നാണ് ഇപ്പോൾ സംയുക്തമായ അന്വേഷണം നടത്തുന്നത്. അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അൽഫല യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. അതായത് അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഭീകരവാദ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, അൽഫല യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ടോ, IS-ൻ്റെ ഈ മോഡ്യൂൾ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ മോഡ്യൂളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, വൈറ്റ് കോളർ ഭീകരതയ്ക്ക് ആവശ്യമായ എല്ലാ സഹായവും അൽഫല യൂണിവേഴ്സിറ്റി അധികൃതർ നൽകിയിട്ടുണ്ടോ എന്ന അന്വേഷണമാണ്, എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. നേരത്തെ ഈ കാറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പോലീസും NIA-യും അന്വേഷണം നടത്തിയിരുന്നു. അതായത് ഇതിൽ കൂടുതൽ കാറുകൾ വാങ്ങിയിട്ടുണ്ടോ, അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇനിയും ആക്രമണത്തിന് സാധ്യതയുണ്ടോ എന്നീ വശങ്ങളാണ് ഈ അന്വേഷണ ഏജൻസികൾ നേരത്തെ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ശ്രദ്ധയൂന്നുകയാണ് അന്വേഷണ ഏജൻസികൾ. നിരവധി ജീവനക്കാരെയാണ്, അൽഫല യൂണിവേഴ്സിറ്റി ജീവനക്കാരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അതായത് കശ്മീരിൽ നിന്നും ജീവനക്കാരെ ദില്ലിയിൽ, ഹരിയാനയിൽ എത്തിച്ച് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യിച്ചിരുന്നു, ഇത് ബോധപൂർവം ചെയ്യിച്ചതാണ് എന്ന ഒരു മൊഴി ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ അറസ്റ്റിലായ ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് കശ്മീരിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുക, ഈ സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ജമ്മു കശ്മീരിൽ അടക്കമുള്ള ചില ആശുപത്രികളിൽ സൂക്ഷിക്കുക, ഹമാസ് മോഡൽ ആക്രമണം നടത്തുക, ഇതൊക്കെയായിരുന്നു ഈ വൈറ്റ് കോളർ സംഘത്തിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ. പക്ഷേ അത് അന്വേഷണ സംഘം, ദേശീയ അന്വേഷണ ഏജൻസിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് പൊളിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഭീകര സാന്നിധ്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. നിരവധി ജീവനക്കാരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്തതിൽ നിന്നും വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. അതായത് ഈ ജീവനക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ ചില ജീവനക്കാരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ആകുന്നുണ്ട്. ജീവനക്കാരെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അവർ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ വിദേശത്ത് ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്, വിദേശത്തെ ഹാൻഡ്ലർമാരുമായി ബന്ധപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് പുറത്തു വരാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ജീവനക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്നും അവരുടെ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്ന വിലയിരുത്തലും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ അവരുടെ കോൾ റെക്കോർഡുകൾ, ചാറ്റ് ഹിസ്റ്ററി, ഇതെല്ലാം തന്നെ വിശദമായി NIA സംഘം പരിശോധിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിശദമായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളും ചാറ്റുകളും അതോടൊപ്പം തന്നെ ഈ കോൾ റെക്കോർഡറുകളും പരിശോധിക്കുന്നത്. ഇതിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നാണ് സൂചന. കശ്മീരിൽ നിന്നടക്കം ചില ആളുകളെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ജീവനക്കാർ എന്ന വ്യാജേന കൊണ്ടുവരികയും അവരെ ഭീകരവാദ ഗൂഢാലോചനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയത്. ഈ ഡോക്ടർമാരുടെ പക്കൽ നിന്നാണ് ഏതാണ്ട് 3000-ഓളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഈ സ്ഫോടക വസ്തു ഇവർ ഉണ്ടാക്കിയത് രാസവളങ്ങളിൽ നിന്നാണ്. കർഷകർ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളങ്ങൾ വാങ്ങി അതിൽ നിന്നും ഈ അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുക്കുകയായിരുന്നു. ഇതിന് ഹരിയാനയിലെ നൂഹ് പ്രദേശത്തുള്ള ചില വ്യാപാരികളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നുവെന്നും അവരാണ് ഇവർക്ക് കർഷകർ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ നൽകിയത് എന്നുമാണ് സൂചന. ഇത്തരത്തിൽ രാസവളങ്ങളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വീഡിയോകൾ അത് ടെലഗ്രാം വഴിയാണ് കർണാടക സ്വദേശിയായ ഒരു ഫൈസൽ ഈ ഡോക്ടർമാരുടെ സംഘത്തിന് അയച്ചു കൊടുത്തത്. ഇത് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ വളരെ വിജയകരമായി അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന് കോയമ്പത്തൂരിൽ കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനവുമായും, കാർ ബോംബ് സ്ഫോടനവുമായും, അതുപോലെ തന്നെ മംഗളൂരുവിൽ നടന്ന കുക്കർ ബോംബ് സ്ഫോടനവുമായിട്ടുമൊക്കെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാർ സംശയത്തിൻ്റെ നിഴലിലാണ്. നിരവധി ജീവനക്കാരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ 1-2 പേർ കസ്റ്റഡിയിലെടുത്തു എന്നും സൂചനയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.